ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കണേ. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല, എന്നാലും എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കാം കേട്ടോ. അപ്പം ഞാൻ കാലത്ത് തന്നെ മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ മുറ്റടിക്കാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കാലത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം ഞാനൊന്ന് അടിക്കാൻ 2-3 ദിവസമായി ഈ മുറ്റൊക്കെ അടിച്ചിട്ട്. അപ്പം നല്ലോണം പുല്ലൊക്കെ ഒരുവിധമൊക്കെ പൊന്തിയിട്ടുണ്ട്, എന്നാലും ഞാൻ അടിക്കുന്തോറും ഞാൻ പുല്ലൊക്കെ പറിച്ചളയാറുണ്ട് കേട്ടോ. പിന്നെ അതേന് ഞാൻ നേരെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അവിടെ കിടന്ന് അടിയട്ടെ. പിന്നെ സാബിക്ക് എന്തായാലും ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ, കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് വെള്ളത്തിലിട്ടിട്ടാണ് ലൈസായിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പോയത് കേട്ടോ. അപ്പം ബിരിയാണി പീസായിട്ടാണ് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ പീസാക്കണ്ട കേട്ടോ. അപ്പം നമുക്കൊരു പതളക്കഷ്ണം ആദ്യത്തെ ഒരു കഷ്ണം കിട്ടി. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എടുത്തുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരല്ല, ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി തോരാൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ സവാള പൊളിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അതങ്ങടെ അരിയുക, പിന്നെ ചോപ്പറിലിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സവാളയും ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ വെളുത്തുള്ളി അരിയാണ് ഏറ്റവും വലിയ പാട് കേട്ടോ. അത് കുഞ്ഞി താരം കൊണ്ട് നമുക്ക് പൊളിക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമല്ലോ. അത് പിറ്റേ ദിവസത്തെ എന്തെങ്കിലും മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ നോക്കിയത് സവാള ഞാൻ അരിഞ്ഞ്, നിങ്ങൾക്ക് അറക്കലുണ്ടാവണം സവാള ഉള്ളിയൊക്കെ അരിയുമ്പോൾ കണ്ണീന്ന് നല്ലോണം ഇങ്ങനെ കണ്ണിട്ടിട്ട് വെള്ളം വരൽ മിക്ക പേർക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് കുറച്ചധികം ഉണ്ടാവാറുണ്ട് കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണേക്കെ ഈ സവാള അരിയുമ്പോൾ കണ്ണീന്ന് വെള്ളം ചാടിയിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മപ്പൊരു സഹിക്കില്ല അങ്ങനെയൊക്കെ പറയണേക്കെ. അതൊക്കെ വെറുതെയാണ്. എന്നാലും ഇത് സവാള അരിയുമ്പോൾ ഈ കണ്ണെരിയാണ്ടിരിക്കാനുള്ള ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ വെളുത്തുള്ളി നന്നാക്കേണ്ട. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം നന്നാക്കി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ മറന്നുപോയി. അതാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പം മല്ലിയില വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റ് ആക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പേസ്റ്റ് ആക്കണേ. ആദ്യം ഒന്ന് ക്രഷാക്കി എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കണേ. അങ്ങനെ പേസ്റ്റ് ആക്കുക. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള ഇഞ്ചിയും പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ പേസ്റ്റാക്കി വെക്കുമ്പോൾ നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഏതെങ്കിലും 2 ദിവസമെങ്കിലും നമുക്ക് ഒന്ന് കഴിഞ്ഞ് പോകാം. എന്നുവെച്ചാൽ വേഗം അത്ര ടൈം വേഗം പോകുമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള കുറച്ച് കനം കൂടി പോയിട്ട് ചോപ്പറിൽ തന്നെ ഇട്ട്, അപ്പോൾ അതാരം കൊണ്ട് ചോപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ട് വലിഞ്ഞില്ല. അപ്പോൾ ഒന്നും കൂടെ കൊട്ടിയിട്ടിട്ടാണ് പിന്നെ ഒന്നും കൂടെ ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു തക്കാളി എടുത്തുള്ളൂ കേട്ടോ. ഇറച്ചിക്കനുസരിച്ചുള്ള തക്കാളി എടുത്തുള്ളൂ. അപ്പോൾ പേസ്റ്റ് ബാക്കിയുള്ളത് അതിനെടുത്തിട്ട് ഇറച്ചിക്ക് എടുത്തിട്ടാണ് ഞാൻ വേറെ ചെപ്പിലെടുത്ത് വെച്ചിട്ടാ. അപ്പോൾ കുറച്ചുണ്ടാവും. അപ്പോൾ വലിയ ചെപ്പിൽ കുറച്ചുണ്ടാവും. അപ്പോൾ ആ ചെപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഞാൻ അങ്ങനെ ഫ്രിഡ്ജ് 2-3 ദിവസത്തേക്കുള്ളതായിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെച്ച്. അപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. ഈ ഫ്രിഡ്ജ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങയൊക്കെ ചേരണ്ടി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സമാധാനം ഉണ്ടാകും. നമ്മൾ പുട്ടാണല്ലോ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കൽ എൻ്റെ ഉമ്മാടേന്ന് ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിക്കുള്ള മസാല ഇടേണ്ട. മസാല വലിയ കണക്കൊന്നുമില്ല എൻ്റെ കയ്യിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം കണക്കനുസരിച്ചാണ് ഇടണത്. ഉപ്പ് മറ്റേ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനത്തെ പൊടികളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് പൂട്ടി വെക്കാം കേട്ടോ. പിന്നെ സാബിക്കാക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ബീഫ് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. തിക്കും തിരക്കിൽ ഇപ്പം തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് മുറ്റടിക്കാൻ പോയപ്പോൾ ഞാനൊരു കാര്യം കണ്ടില്ലേ, പട്ടിയാണോ പൂച്ചയാണോ എന്താണെന്ന് അറിയില്ല. സൈഡിൽ എന്തോ ഒരു പാടുണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ലോണം കഴുകി കളഞ്ഞിട്ട് ഞാനൊന്ന് നല്ല വൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വൈപ്പിനുള്ള ഭയങ്കര ഉപകാരമുണ്ട്. നമുക്ക് തുടക്കേണ്ട ആവശ്യം വരില്ല. നല്ലോണം വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈപ്പ് ചെയ്ത് കളയാനായിട്ട്.
അപ്പോൾ അത് നല്ലോണം അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. സാവക്കാട ബൈക്കുമ്പോൾ ചവിട്ടിക്ക് വെച്ചിട്ടുണ്ട് അവിടെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേപ്പില ഉണ്ടായിരുന്നില്ല, അപ്പോൾ വേപ്പില പൊട്ടിക്കണം. വേപ്പില നമുക്ക് ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു, അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വേപ്പില എടുത്തിട്ടാണ് ഞാൻ പിന്നെ കൂട്ടാത്തിലേക്ക് കൂട്ടാത്തിലിട്ടത്. അപ്പോഴേക്കും ഞാൻ ഇറച്ചി കഷ്ണമൊക്കെ തിന്ന് നോക്കുകയാണ്. പക്ഷെ വെന്തിട്ടില്ല, ഉപ്പ് കുറവുണ്ട്, മസാല കുറവ്, എന്തൊക്കെയോ കുറവുകളുണ്ട്. അപ്പോൾ തിന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കറികളൊക്കെ അവിടെ ഓൾറെഡി അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാബുക്കാക്ക് അതിനൊന്ന് കുറച്ച് ഇറച്ചി കഷ്ണം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഡ്രൈ ആക്കുന്നത്. അപ്പോൾ പുട്ടിനുള്ള പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല. പുട്ടെന്ന് വെച്ചാൽ വാട്ടിയിട്ട് നമ്മൾ പൊടിക്കുമല്ലോ, ഞാനങ്ങനെ ചെയ്യാം കേട്ടോ. അതും ഉമ്മയുടെ അല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കണ്ട് പഠിച്ചാണ് കേട്ടോ. സാബക്കാടെ വീട്ടിൽ നിന്ന് കണ്ട് പഠിച്ചാണ്. അപ്പോൾ മിക്സിലിട്ട് നല്ലോണം ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ അതിലിടും കേട്ടോ. ഇതിലിടും, പുട്ട് കൊട്ടത്തിലിടും. അപ്പോൾ തന്നെ ഒരു 9:30 മണിയായി. മക്കളൊന്നും എണീറ്റിട്ടില്ല. സാബക്ക് അപ്പുറത്തെ റൂമിൽ കിടക്കണേ. സാബക്ക് എണീച്ചിട്ടില്ല. അപ്പോൾ സാബക്കാക്കുള്ള കൂട്ടാൻ ഞാൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കളെ എണീപ്പിച്ച് അവിടെ ഹാളിൽ എത്തിയിട്ട് മക്കളിപ്പോൾ ഒരു ലെക്ക് കോയ മാതിരിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓർക്കുന്നത് എണീക്കുമ്പോൾ എല്ലാവരും കണക്കായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെടിച്ച് ഒക്കെയാണ്. പിന്നെ പല്ലേക്കാൻ വന്നു കുറേ ഒരു അരമണിക്കൂറൊക്കെ എടുത്ത്. അപ്പോൾ ഒന്നും കൂടെ വേവാക്കാൻ വേണ്ടി ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് വെടിച്ച് ഒക്കെയാണ് പിന്നെ പല്ല് വെച്ച്. അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് ഒരു വിധത്തിന് അവർ എടുത്ത് ഞാൻ എല്ലാവർക്കും ഫുഡൊക്കെ എടുത്ത് വെച്ച് സാബക്കാൻ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് ഫുഡ് എടുത്ത് അപ്പോഴാണ് മനസ്സിലായത് ഇറച്ചി ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞേ. ഈ ഫുഡ് കഴിഞ്ഞ് മക്കൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ടേബിളും അടിയൊക്കെ നല്ലോണം അലങ്കോലമായിട്ടുണ്ടായിരുന്നേ. പുട്ടും വെള്ളം കൂടെ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. ഈ ശനി ഞായറൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ചിലപ്പോൾ ഒരു നേരം അല്ലെങ്കിൽ 2 നേരമൊക്കെ ഞാൻ ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിപ്പിക്കുന്നത്. അല്ലാത്ത നേരങ്ങളിലൊക്കെ ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യണത്. അതാരണം ആച്ചു ഒറ്റയ്ക്ക് കഴിക്കൂല. ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ സാബിക്ക് അപ്പോഴേക്കും പോയിട്ട് സാബിക്ക് പണിയില്ലെങ്കിലും ആൾ പുറത്തേക്ക് പോകും കേട്ടോ. പിന്നെ കുറേ നേരം എൻ്റെ വീട്ടിലിരിക്കാനൊക്കെ വലിയ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിച്ചു കേട്ടോ. പാത്രം കഴുകാൻ കുറേ ഉണ്ടായിരുന്നു. ഒരു നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 നേരത്തെ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അലക്കിയത് വാഷിംഗ് മെഷീനിൽ അടിയുണ്ടായിരുന്നല്ലോ, അത് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വേഗം അത് നിർത്തിയിട്ടായിരുന്നു കേട്ടോ. മഴക്കാറൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പുറത്തേക്ക് ഇറക്കിയില്ല, സൈഡിലായിട്ട് വെച്ചുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഹാളിലേക്ക് വന്നപ്പോൾ കോലോണി കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവരെ കുളിപ്പിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടാം, ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.